ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചിക്കൻ സൂപ്പും ലഞ്ചിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ചിക്കൻ സൂപ്പ് താളിക്കാം. ഇന്നത്തെ ലഞ്ച് എന്താണ് കാണാട്ടോ. ഇന്നത്തെ ലഞ്ചാണ്. ആദ്യം നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടു. ആദ്യം അണ്ടിപ്പരിപ്പ് താളിച്ചിട്ട് വേണം മറ്റുള്ളതൊക്കെ. ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, ഉള്ളി ഇട്ടു. നമ്മൾ മുട്ട ഉണ്ടാക്കി. നല്ല മീൻ മുട്ട മാതിരി ഉണ്ടാവും ഈ മുട്ട. ഇതെങ്ങനെ ഉണ്ടാക്കണേ, നമ്മൾ മീൻ വറുത്ത വെളിച്ചെണ്ണ ഉണ്ടാവില്ലേ, ആ വെളിച്ചെണ്ണയിൽ മുട്ട മാത്രം ഒഴിച്ചിട്ട് കുത്തി ചിക്കിയാൽ മതി. ഞാനിപ്പോൾ കുത്തി പൊട്ടിച്ചിട്ടില്ല, കുത്തി പൊട്ടിക്കണം. നല്ല ടേസ്റ്റാണ് ഈ മുട്ട കഴിക്കാൻ കേട്ടോ. മീൻ മുട്ടയുടെ അതേ ടേസ്റ്റ് കിട്ടും. മുട്ടയിൽ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, കുറച്ച് ഉപ്പ്. വേറെ ഒന്നിട്ട് ഇങ്ങനെ കുത്തി പൊട്ടിച്ചിട്ട് കഴിക്കാം. പിന്നെ നമുക്കെന്നുള്ളത് പയർ തോരനാണ്, ചെറുപയർ തോരൻ. ഇത് ഞാൻ പേര് വെച്ചിരുന്ന ബിഗ് ബോസ് അനുമോൾ തോരൻ. നല്ല ടേസ്റ്റുണ്ട്. അനുമോൾ ചീനാണ്ടിട്ട് ചെയ്തതാണ്. ഇന്ന് അതിൻ്റെ വീഡിയോ ഇടാട്ടാ. പിന്നെ നമ്മുടെ മീൻ കറി നമുക്കൊന്ന് പ്ലേറ്റ് എടുത്തിട്ട് വിളമ്പാം. അപ്പോൾ നമുക്ക് ചോറ് വിളമ്പാം കേട്ടോ. ആദ്യം ചോറ്, പിന്നെ നമുക്ക് മീൻ കറി, പിന്നെ നമുക്ക് മെയിൻ നമ്മുടെ ബിഗ് ബോസ് അനുമോൾ തോരൻ ചെറുപയർ വെച്ചിട്ട് നോക്കിക്കോട്ടാ. ആ തനിയെ ഞാനിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ആൾക്കാർ കച്ചറ ഉണ്ടാക്കിയത്. അതിലായിരുന്നു വേണമെന്ന് വെച്ച് കച്ചറ ഉണ്ടായി. പിന്നെ നമ്മുടെ ഒരു മുട്ട, മീൻ മുട്ടയുടെ മാതിരി ഉണ്ടാവും. പിന്നെ നമ്മുടെ നാരങ്ങ അച്ചാർ, നമ്മുടെ ചിക്കൻ സൂപ്പ് ഞാൻ ആദ്യം ഉണ്ടാക്കണത് കാണിച്ചിട്ടുണ്ട്. അത് കാരണം ഒന്നും അധികം കാണിച്ചിട്ടില്ല. ഇതിൽ ഏറ്റവും നല്ല ടേസ്റ്റ് ചിക്കൻ സൂപ്പും ഈ പയറും ഈ മീൻ മുട്ട മാതിരിയുള്ള കോഴിമുട്ടയാണ് മീൻ വറുത്ത എണ്ണയിൽ വറുത്തതുകൊണ്ട് അങ്ങനെ ഒരു ടേസ്റ്റ് കിട്ടി. ഞാൻ എപ്പോഴും ചെയ്യണത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച്. അപ്പം നിങ്ങൾ കഴിക്കുക, ഞങ്ങൾ കഴിക്കട്ടെ. ഇന്ന് അവിടെ എടുക്കാൻ പറ്റിയില്ല. ഇന്ന് ഇവിടെ വെച്ചിട്ടല്ല ഞാൻ എടുക്കാറ്. ഇന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് പരത്തി വെച്ചേക്കുക, ഒതുക്കി വെച്ചിട്ടില്ല കണ്ട. അതുകൊണ്ടാണ് ഇന്ന് ലഞ്ച് ഇവിടെ തന്നെ വിളമ്പിയത്. അല്ലെങ്കിൽ ഞാൻ അവിടെ വിളമ്പാറ്. അപ്പോൾ ഓക്കെ ട്ടാ, ബായ്.